നമ്മൾ ട്രിപ്പിൾ എക്സൽ ഉള്ള ഒരാളുടെ ചുരിദാർ കട്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഷോൾഡർ 8 ഇഞ്ചാണ്. ട്രിപ്പിൾ എക്സൽ ഉള്ള ഒരാൾക്ക് 8 ഇഞ്ച് ഷോൾഡർ വരിക. ആംബോൾ അതേ ഇത് തന്നെ 8 ഇഞ്ച് ആംബോൾ വരും. നമ്മൾ ഇതേ 8 ഇഞ്ച് തന്നെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത്. ചെസ്റ്റ് റൗണ്ട് ഒരാൾക്ക് വരുന്നത് 10. ഇത് ഫോൾഡറിലാണ് ഇട്ടേക്കുന്ന തുണി. അപ്പോൾ ഇതിൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് ട്രിപ്പിൾ എക്സൽ ഉള്ള ഒരാൾക്ക് 10.5 വരിക. തയ്യൽ തുമ്പും കൂടി കൂട്ടി, തയ്യൽ തുമ്പ് ഒരു 1.5 കൂടി കൂട്ടി 12.5 നമ്മൾ അടയാളപ്പെടുത്തുക. വേസ്റ്റ് ലെന്ത് ട്രിപ്പിൾ എക്സൽ ഒരാൾക്ക് 16 വേസ്റ്റ് ലെന്ത് വരും. വേസ്റ്റ് റൗണ്ട് വരുന്നത് 10 ഇഞ്ച്. 10 ഫോൾഡറിൽ ഇട്ടിട്ടാണ് തുണി 4ആയിട്ട് മടക്കി നമ്മൾ ഇടുമ്പോഴത്തേന് 10 ഇഞ്ചാണ് ഒരാൾക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ അതേപോലെ തന്നെ ഒരു 1.5 തയ്യൽ തുമ്പ് കൊടുക്കും. ഹിപ്പ് ലെന്ത് 22. അതിൻ്റെ ഹിപ്പ് റൗണ്ട് വരുന്നത് 12. ഹിപ്പ് റൗണ്ട് 12ഉം അതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി ചേർത്ത് 13. ഇതെടുത്തത് 42ആണ്. ഫുൾ ലെന്ത് എടുത്തത് 42ആണ്. ആ 42 അടിയിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ മോള് ഹിപ്പിൻ്റെ അവിടെ ടോട്ടൽ കൂട്ടിയത് 13ആണ്. ആ 13ൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ കൂട്ടിച്ചേർത്ത് 14ആണ്. നമ്മൾ വിടുത്ത് വരുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വിടുത്ത്. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇടുന്നത് 4. ബാക്ക് നെക്ക് 4ഉം ഫ്രണ്ട് നെക്ക് 5.5. ഇവിടെ 1 ഇഞ്ച് നമ്മൾ കൈ വെച്ച് ഇവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് നമ്മൾ ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും നമ്മളൊരു 3/4. ബാക്ക് നെക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിനൊക്കെ നമ്മൾ ഫുൾ ലെന്ത് നമുക്ക് സ്ലീവിന് വരുന്നത് 13ആണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 14. ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 1 കൂടി ചേർത്ത് 11. ട്രിപ്പിൾ എക്സൽ ആളുടെ സൈസാണ് നമ്മൾ കണക്കാക്കുന്നത്. 11. ഇനി അതിന് ഷോൾഡർ നമ്മൾ വിടുത്തെടുത്തത് 3 ഇഞ്ചാണ്. അതേപോലെ തന്നെ 3 ഇഞ്ച് നമ്മളിവിടെ വിടുത്തെടുത്തു. 11ൻ്റെ പകുതി ഇതിൻ്റെ 11ൻ്റെ പകുതി 5.25. 5.25 ഇവിടെ അളപ്പെടുത്തി ഈ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 3/4 ഇഞ്ച് ഇവിടെ ഈ 5.25ൻ്റെ 5.25 ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്ലോപ്പ് 8.
ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ്